വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പഞ്ചാബിലെ പത്താൻകോട്ടിൽ വ്യോമസേന കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം. 5 തീവ്രവാദികളെയും സൈന്യം വധിച്ചു. 3 സൈനികരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ISI എന്ന പ്രാഥമിക നിഗമനം. സുരക്ഷ വിലയിരുത്താൻ ദില്ലിയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പുലർച്ചെ 3:30-നാണ് പഞ്ചാബിനെ ഞെട്ടിച്ച് പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രത്തിലേക്ക് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഔദ്യോഗിക വാഹനത്തിൽ സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ 4 തീവ്രവാദികളെ അപ്പോൾ തന്നെ വധിച്ചു. 3 സൈനികർ കൊല്ലപ്പെട്ടു. പിന്നീട് സ്ഥലത്ത് നടത്തിയ തിരച്ചിലിൽ 5ാമത്തെ തീവ്രവാദിയെയും സൈന്യം വധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി SP-യുടെ വാഹനം മോഷണം പോയിരുന്നു. ഇതാകാം തീവ്രവാദികൾ ഉപയോഗിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്ത് മാത്രമാണ് ആക്രമണം നടന്ന പത്താൻകോട്ട് വ്യോമകേന്ദ്രം. IS തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മിഗ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂക്ഷിച്ചിരുന്ന പത്താൻകോട്ടിലെ കേന്ദ്രം സുരക്ഷിതമാണെന്ന് സൈന്യം അറിയിച്ചു. ആക്രമണം ആസൂത്രണം ചെയ്ത് പാകിസ്ഥാനിലാണ്. തീവ്രവാദികൾ ആക്രമണത്തിന്റെ തലേന്ന് പാകിസ്ഥാനിലേക്ക് 4 തവണ ഫോൺ ചെയ്തതിന്റെ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലെ ആക്രമണത്തെ ഇന്ത്യ അതീവ ഗൗരവമായി കാണുന്നു. സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെങ്കിലും രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പുതുവത്സര ദിനത്തിൽ രാജ്യത്ത് തീവ്രവാദി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇറാന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കെ തീവ്രവാദ കുറ്റത്തിന് 47 പേർക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ സൗദി അറേബ്യ നടപ്പാക്കി. തദ്ദേശീയരെയും സുരക്ഷാസേനയെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തിയ കേസുകളിൽ പിടിയിലായവരെയാണ് വധിച്ചത്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. തീവ്രവാദ കുറ്റത്തിന് പിടിയിലായ 47 പേരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ ഇറാന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടയിലാണ് സൗദിയുടെ നടപടി. ഭീകരാക്രമണ കുറ്റത്തിന് പിടിയിലായവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായവർ. സൗദിയിൽ സർക്കാർ കെട്ടിടങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുകയും തദ്ദേശീയർക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത കേസിൽ പിടിയിലായവരെയാണ് ശിരച്ഛേദം ചെയ്തത്. 2003-നും 2006-നും ഇടയിൽ അൽ-ഖ്വയ്ദ നടത്തിയ ആക്രമണങ്ങളിൽ പങ്കാളികളായവരാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. കൂടുതൽ പേരും സൗദി പൗരന്മാരാണ്. മറ്റുള്ളവർ ഇറാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും. പ്രമുഖ ഷിയ പണ്ഡിതൻ നിമർ അൽ നിമറും ശിക്ഷിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിമറിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിലാണ് ഇറാൻ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നത്. വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കവുമായി സൗദി മുന്നോട്ടു പോവുകയാണെങ്കിൽ വൻ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണി. ഇതെല്ലാം അവഗണിച്ചാണ് രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാക്കിയ ഭീകരരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയതിന് നിമറിന്റെ വധശിക്ഷ സൗദി ശരിവച്ചത്. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഫാരിസ് അൽ സഹറാനി 2004 മുതൽ കസ്റ്റഡിയിലായിരുന്നു. 2015-ൽ 151 പേരെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി അംനേസ്റ്റി സ്ഥിരീകരിച്ചു. മയക്കുമരുന്ന് കേസിൽ വധശിക്ഷ നടപ്പാക്കിയ 63 പേരിൽ 45 പേരും വിദേശികളാണ്. 20 വർഷത്തിനിടെ വധശിക്ഷ നടപ്പാക്കുന്ന ഏറ്റവും കൂടിയ എണ്ണമാണിത്. 1995-ലാണ് ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊന്നത്. അന്ന് 192 പേരെയാണ് വധശിക്ഷ നടപ്പാക്കിയത്. ന്യൂസ് ഡെസ്ക്. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് 37 പൈസയും ഡീസലിന് ലിറ്ററിന് 2 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത് 7ാം തവണയാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു നിൽക്കുന്നതിനനുസൃതമായി ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാതിരിക്കാൻ എണ്ണ കമ്പനികളെ സഹായിക്കുന്നത് എക്സൈസ് ഡ്യൂട്ടി വർധനവാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്നത്. ഇന്ത്യയിൽ ഇതിന് ആനുപാതികമായ കുറവ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വരുത്താൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ഉപഭോക്താക്കൾക്കിടുത്തിയായി എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചത്. പെട്രോളിന് ലിറ്ററിന് 37 പൈസയും ഡീസലിന് 2 രൂപയും വർദ്ധിപ്പിച്ചു. ഇതുവഴി 1 ലിറ്റർ പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി മാത്രം 19 രൂപ 60 പൈസയാകും. ഡീസലിന് 1 ലിറ്ററിന് എക്സൈസ് ഡ്യൂട്ടിയായി മാത്രം 14 രൂപയും ഉപഭോക്താക്കൾ നൽകണം. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസൃതമായി ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാതിരിക്കാൻ എണ്ണ കമ്പനികൾക്ക് ഇതുവഴി കഴിയും. മോദി അധികാരത്തിലെത്തിയ ശേഷം നവംബർ 2014 മുതൽ ഇതുവരെ 7 തവണ ധനകാര്യ മന്ത്രാലയം എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. ഈ വർധനവിലൂടെ മാത്രം 2014-2015 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കേന്ദ്ര സർക്കാർ വാഹന ഉപഭോക്താക്കളുടെ കീശയിൽ നിന്നും ചോർത്തിയത് 33,042 കോടി രൂപ. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കണ്ണൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ സിപിഐഎം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പിണറായി വിജയൻ. RSS അക്രമ പ്രവർത്തനം തിരുത്തണമെന്നും പിണറായി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് തടസ്സമുണ്ട് എന്ന് കാണേണ്ടതില്ല. എന്നാൽ കാണേണ്ട കാര്യം ഇപ്പോൾ ഇത് പറയാനിടയായത് ഇവരുടെ തനിനിറം ശരിയായ രീതിയിൽ നിഷ്പക്ഷർക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ മോഹൻ ഭാഗവത് ചിലരെ കണ്ടപ്പോൾ അവർ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി മാത്രമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതൊന്നും ആത്മാർത്ഥമായിട്ടല്ല. ഇവിടെ വ്യക്തികളെ കാണാൻ തീരുമാനിച്ചപ്പോൾ ആ വ്യക്തികൾ ചോദിച്ചു, അല്ല നിങ്ങളിങ്ങനെ ആക്രമണം അഴിച്ചു വിടുകയല്ലേ, അത് ശരിയാണോ? ഞങ്ങളെ ആക്രമണവും നടത്തുന്നവരല്ല, ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്ന നിലക്ക് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ഈ പറഞ്ഞതിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിരുത്താൻ തയ്യാറാവണം. അങ്ങനെ തിരുത്തലോടുകൂടി ഇത്തരമൊരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുമായി സഹകരിക്കാൻ തയ്യാറാവും. കോഴിക്കോട് വേങ്ങേരിയിൽ RSS ആക്രമണം. 3 CPIM പ്രവർത്തകർക്ക് കുത്തേറ്റു. പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും വ്യാപകമായ ആക്രമണം ഉണ്ടായി. ഇന്ന് രാവിലെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ സജേഷിനും സുധീറിനും ആനന്ദിനും നേരെ RSS സംഘം അക്രമം അഴിച്ചുവിട്ടത്. വാക്കത്തിക്കൊണ്ട് കുത്തേറ്റ സജേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റു 2 പേരെയും സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നു പുലർച്ചെ CPIM ലോക്കൽ കമ്മിറ്റി അംഗം ഷാജിയുടെ വീടടക്കം 3 പേരുടെ വീടിന് നേരെയും RSS ആക്രമണം നടത്തിയിരുന്നു. മഴുവും വാളും ഉപയോഗിച്ച് വെട്ടിപ്പൊളിക്കാൻ ശ്രമിച്ച നിലയിലാണ് ആക്രമണത്തിനിരയായ വീടുകളുടെ ജനലുകൾ. ഇവിടെ കുറേ ആളുകൾ പതിനാണ്ട് ജനലടച്ച് ജനൽ പൊട്ടിച്ചെല്ലുമ്പോൾ അന്നും വേളം കേട്ടപ്പോൾ ഞങ്ങൾ വായിൽ പറഞ്ഞ് ഒച്ച കേട്ടപ്പോൾ ജില്ലിൻ്റെ ഒച്ച കേട്ടപ്പോൾ അന്നപ്പം എൻ്റെ മാനെ അടിച്ച് കൊല്ലുന്നും ഈ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നും പറഞ്ഞിട്ടാണ് ഒരു പോർക്ക് പിടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നോക്കുന്ന നേരത്തുണ്ടല്ലോ ഒരു അന്നേരം സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാരണങ്ങളുണ്ടാക്കി അക്രമം അഴിച്ചുവിടാനുള്ള RSS ശ്രമമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്ന് CPIM വേങ്ങേരി ലോക്കൽ സെക്രട്ടറി K വിശ്വനാഥൻ പറഞ്ഞു. വീട് തകർക്കാനും എല്ലാവരും വന്നതെന്നാണ് ആയുധങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത്. വാളും മഴുവായിട്ടാണ് വന്നത്. ആളുകളെ തമർത്തുക, സാമൂഹ്യ വിരുദ്ധരെ തൊട്ടതിൻ്റെ ഒരു പ്രതികാരമായിട്ട് എല്ലാ വീടുകളും തകർക്കാണ്. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചു. സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംഘപരിവാർ അടപ്പിച്ച ബീഫ് കട DYFI കാവലിൽ തുറന്നു. ആലപ്പുഴ മാവേലിക്കരയിലാണ് സംഭവം. പുതുവർഷത്തലേന്നാണ് പ്രാദേശിക RSS നേതൃത്വം കട അടപ്പിച്ചത്. പുതുവർഷത്തലേന്ന് 10ഓളം RSS പ്രവർത്തകരാണ് ബീഫ് കട അടപ്പിച്ചത്. പുതുവർഷ ദിനത്തിൽ ബീഫ് വിൽക്കരുത് എന്നായിരുന്നു RSS പ്രവർത്തകരുടെ ഭീഷണി. ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരും ബീഫ് കഴിക്കണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. മാവേലിക്കര നഗരസഭയിലെയും പരിസര പ്രദേശത്തെയും നൂറുകണക്കിന് ആളുകളാണ് മാർക്കറ്റിൽ പച്ചക്കറിയും മാംസവും മത്സ്യവും വാങ്ങാനെത്തുന്നത്. RSS ഭീഷണിയെ തുടർന്ന് മാർക്കറ്റ് 2 ദിവസത്തോളം അടഞ്ഞുകിടന്നു. തുടർന്നാണ് DYFI പ്രവർത്തകർ സംരക്ഷണം ഏറ്റെടുത്തത്. ഒരു ദിവസം രാവിലെ പ്രദേശത്തെ സംഘപരിവാറിൻ്റെ നേതാവ് അവിടെ ചെല്ലുകയും കച്ചവടം നിർത്തണമെന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ 2 ദിവസക്കാലം ബീഫ് ഇവിടെ കച്ചവടം നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അതിൻ്റെ പേരിലാണ് DYFIക്ക് ഇടപെടേണ്ടി വന്നത്. ബീഫ് നിരോധനം കേരളത്തിൽ നടപ്പിലായിട്ടില്ലല്ലോ. RSSന്റെ ഭീഷണിക്കെതിരെ വൻ പ്രതിഷേധം പ്രദേശത്തുയർന്നു. RSSന്റെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം ചെറുത്തു തോൽപ്പിക്കുമെന്ന് CPIMും DYFIയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. NSSന്റെ പ്രസ്താവന മതേതരത്വത്തിനുള്ള പിന്തുണയെന്ന് രമേശ് ചെന്നിത്തല. വിഭാഗീയത നാടിനെ നാശത്തിലേക്ക് നയിക്കുമെന്ന് കർദിനാൾ മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ. അതേസമയം NSSുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. NSSുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളതെന്നും കുമ്മനം പറഞ്ഞു. JDU UDFിൽ തന്നെ തുടരുമെന്ന് KC ജോസഫ്. പരാജയഭീതി മൂലമാണ് LDF ഘടകകക്ഷികളെ ആകർഷിക്കുന്നതെന്നും KC ജോസഫ് പറഞ്ഞു. മദ്യനയത്തിൽ CPIM നിലപാട് വ്യക്തമാക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. സാറ ജോസഫ് ആം ആദ്മി പാർട്ടി കൺവീനർ സ്ഥാനം രാജിവെച്ചു. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്ന് സാറ ജോസഫ് പറഞ്ഞു.
ജാതിസ്പർദ്ധ വളർത്താനുള്ള ശ്രമം രൂക്ഷമായിരിക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്ന് പ്രൊഫസർ M.K. സാനു. ദുർഭൂതങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് കേരളീയർക്ക് തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും M.K. സാനു പറഞ്ഞു. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പുതുവത്സര പതിപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡയറക്ടർ M.B. ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന അന്യോന്യം ഇന്ന് രാത്രി 7:30 സംപ്രേഷണം ചെയ്യും. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ രൂപം കൊണ്ട സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി ജാതി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുമായിരുന്നുവെന്നും പ്രൊഫസർ M.K. സാനു പറഞ്ഞു. ഈ ദുർഭൂതങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കാൻ, സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് തെളിയിക്കാൻ കേരളീയർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്. ആ സന്ദർഭത്തിനൊത്ത് ഇത് നമ്മൾ പറയുമ്പോൾ ഇതവരൊക്കെ ഭൂരിപക്ഷം ആളുകളൊന്നുമില്ല, ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മവിശ്വാസികളിൽ തന്നെയും ഭൂരിപക്ഷമൊന്നും അതിലില്ല, ന്യൂനപക്ഷമാണ്. അപ്പോൾ ആ ഭൂരിപക്ഷം ചേർന്നിട്ട് ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളാണ്, ഞങ്ങളെ തിരുത്തും എന്ന് വരുന്ന ഇലക്ഷൻ അവർ കാണിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും മതചിഹ്നങ്ങൾ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നതും വളരെ അപകടകരമാണ്. എൻ്റെ വോട്ട് എൻ്റെ സമുദായത്തിന് എന്ന രീതിയിലേക്ക് സമൂഹം മാറുമ്പോൾ ഇതിനെ അതിജീവിക്കലാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും M.K. സാനു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ സ്റ്റഡി സെന്റർ നടത്തുന്ന സംസ്ഥാനതല യോഗ പ്രദർശനം നാളെ വൈകുന്നേരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. മാനവ ഏകതാ മിഷൻ ആചാര്യൻ ശ്രീ M. പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വർഗീയ ശക്തികൾ തെറ്റായി പ്രചരിപ്പിക്കുന്ന യോഗയെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ പരമ്പരാഗത കായിക കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതല യോഗ പ്രദർശനം കണ്ണൂരിൽ സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സമഗ്ര ആരോഗ്യ പദ്ധതി എന്ന നിലയിൽ സംഘടിപ്പിക്കുന്ന യോഗ പ്രദർശനം മാനവ ഏകതാ മിഷൻ ആചാര്യൻ ശ്രീ M. നാളെ 4 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കളരി, കരാട്ടെ തുടങ്ങിയ ആയോധന മുറകളെയും യോഗയടക്കമുള്ള പരമ്പരാഗത ആരോഗ്യ പരിശീലനങ്ങളെയും വർഗീയ ശിഥിലീകരണ ശക്തികൾ ഉപയോഗപ്പെടുത്തി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെ തടഞ്ഞ് പരമ്പരാഗത അറിവിനെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായി ലോകത്താകമാനം എത്തിക്കുക എന്ന ലക്ഷ്യവും യോഗ പ്രദർശനത്തിനുണ്ട്. അപ്പോൾ കളരിയായാലും കരാട്ടെ യോഗയായാലും അത് നാനാവിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത്തരം ആയോധന മുറകൾ ഈ വർഗീയ ശിഥിലീകരണ ശക്തികളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവരെ തെറ്റായ വഴിയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഈ യോഗ സ്റ്റഡി സെൻറ്റർ ഞങ്ങൾ മനസ്സിലാക്കിയത് കൃത്യമായിട്ട് എല്ലാ മതവിശ്വാസികൾക്കും, എല്ലാ രാഷ്ട്രീയ വിശ്വാസികൾക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ലിംഗവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും പുരുഷനും പഠിക്കാവുന്ന ഒരു സിലബസ് രൂപപ്പെടുത്തിക്കൊണ്ടാണ് യോഗ പരിശീലനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. പരിശീലനം സിദ്ധിച്ച 1000 പേരാണ് യോഗ പ്രദർശനം സംഘടിപ്പിക്കുക. സംസ്ഥാനതല യോഗ പ്രദർശനത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ വിളക്കുംതറ മുതൽ ജവഹർ സ്റ്റേഡിയം വരെ പ്രചരണ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. യോഗ പ്രചരിപ്പിക്കാനുള്ള CPIM-ന്റെ ഉദ്യമം പ്രശംസനീയമെന്ന് മാനവ ഏകതാ മിഷൻ ആചാര്യൻ ശ്രീ M. കണ്ണൂരിൽ CPIM നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമിയുടെ സംസ്ഥാന യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ M. പീപ്പിൾ ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു. ലോകത്ത് ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി യോഗയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ ഏർപ്പെടുന്നത്. ചെറുപ്പക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഈ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ശ്രീ M. പറഞ്ഞു. ഇതാദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു യോഗ ഗ്യാതറിംഗ് എന്നും പറഞ്ഞ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതൊരു വളരെ നല്ല സ്റ്റെപ്പെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. കന്യാകുമാരി മുതൽ കശ്മീർ വരെ മാനവേകതയുടെ സന്ദേശമുയർത്തി നടത്തുന്ന ഭാരതയാത്രയ്ക്കിടയിൽ നിന്നാണ് കണ്ണൂരിൽ ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി നടത്തുന്ന സംസ്ഥാന യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ M. എത്തുന്നത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയും വർഗീയ ഹിംസയും ആശാസ്യമല്ലെന്നും ശ്രീ M. പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വളരെ മോശമായ കാര്യങ്ങൾ ഈയിടയ്ക്കായിട്ട്, അത് ശരിയാണ്. പക്ഷെ അതിനെ നമ്മൾ മാറ്റി നന്നാക്കാൻ നോക്കണ്ടേ. ഐഡിയോളജിയിലെ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ ഹിംസയിൽ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇതാണ് എൻ്റെ ഒരു ഉദ്ദേശം. സംവാദം കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഈ നടക്കുന്നത്. കണ്ണൂരിൽ യോഗ പ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ശ്രീ M. അലഹാബാദിലെ ഭാരതയാത്രയ്ക്കൊപ്പം ചേരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ശൃംഖലയായ മെഗാ സമ്മാന പദ്ധതിയിൽ ചേളന്നൂർ സ്വദേശി അനിത വിജയിയായി. മെഗാ സമ്മാന വിജയിക്ക് സ്വിറ്റ്സർലൻഡ് യാത്രയ്ക്കുള്ള തുക കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് കൈമാറി.
3G മൊബൈൽ വേൾഡിന്റെ RP മോൾ ഷോറൂമിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ്. 3G മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ്, ഓപ്പറേഷൻസ് ജനറൽ മാനേജർ നദീർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയെ മാലിന്യ വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് 200ഓളം ടൺ മാലിന്യമാണ് സന്നിധാനത്തു നിന്ന് നീക്കം ചെയ്തത്. പോലീസ് സേനാ വിഭാഗങ്ങളും ദേവസ്വം ജീവനക്കാരും സന്നദ്ധ സംഘടനകളുമാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.